Find root of 11,151.36. ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ നമ്പർ 11,151.36 ഡിവിഷൻ മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ട ആദ്യം ഈ നമ്പറിന്റെ ഡെസിമലിന് ഇടത്തോട്ടുള്ള ഭാഗം, ഇന്റഗ്രൽ പാർട്ട്, അത് റൈറ്റിൽ നിന്ന് ഇടത്തോട്ട് ഈ രണ്ടക്കം ചേർത്ത് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ 51 ഒരു ഗ്രൂപ്പ്, അടുത്ത 11 മറ്റൊരു ഗ്രൂപ്പ്. ഇവിടെ 1ന് ഗ്രൂപ്പ് ചെയ്യാൻ നമ്പറില്ല, അപ്പോൾ അത് 1 ആയിട്ട് നിർത്തുക. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഈ രണ്ടക്കം ചേർത്ത് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ തന്നേക്കുന്ന നമ്പറിന്റെ ഇന്റഗ്രൽ പാർട്ട് ഡെസിമൽ പോയിന്റ് ഇടത് ഭാഗം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 ഡിജിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഈ രണ്ടക്കം ചേർത്ത് ഗ്രൂപ്പ് ചെയ്യുക. ഇനി എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് 1 ആണുള്ളത്. ഈ 1 എന്ന് പറയുക, ഈ 1ൽ നിൽക്കുന്ന ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ, അതായത് മാക്സിമം 1 വരെ വരാം, 1ന് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അതിലെ ഏറ്റവും വലിയ, അതുവരെയുള്ള നമ്പറിൽ ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ അത് 1 തന്നെയാണ്. അത് താഴെ എഴുതുക. ഈ 1 ആരുടെ സ്ക്വയർ ആണ്? 1ന്റെ സ്ക്വയർ ആണ്. അത് ദാണ്ട് ഈ കോഷ്യന്റ് ഭാഗത്തും എഴുതുക, അതോടൊപ്പം തന്നെ ഈ ലെഫ്റ്റ് സൈഡിലും എഴുതുക. ഇനി 1ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നു, 0. അടുത്ത ഗ്രൂപ്പ് താത്തിറക്കുക, 11 ആണ് അടുത്ത ഗ്രൂപ്പ്. ഈ മുകളിൽ എഴുതിയിരിക്കുന്ന 1ന്റെ ട്വൈസ്, അതായത് 1 × 2, 2. ഇനി ആ 2ന്റെ കൂടെ ഒരു ഡിജിറ്റ് എഴുതണം. ആ ഡിജിറ്റ് ഇവിടെയും എഴുതണം. ഈ എഴുതുന്ന ഡിജിറ്റ് കൊണ്ട് ഇതിനെ ഇൻഡ് ചെയ്താൽ ഈ നമ്പറിൽ കൂടാൻ പാടില്ല. ഈ നമ്പർ 11 ആണ്. 2ന്റെ കൂടെ ഏത് ഡിജിറ്റ് എഴുതിയാലും 20 സംതിങ് പറഞ്ഞാൽ പോകുന്നത്. 0 എഴുതിയാൽ 20 ആവും, 1 എഴുതിയാൽ 21 ആവും, 2 എഴുതിയാൽ 22 ആവും. അപ്പോൾ ഏത് ഡിജിറ്റാണ് എഴുതേണ്ടത് അതുകൊണ്ട് തന്നെ ഇൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 എഴുതിയാൽ 1 കൊണ്ട് ഇൻഡ് ചെയ്യണം. 21 ഇല്ല, അപ്പോൾ പിന്നെ 1 എഴുതാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആകെ എഴുതാൻ പറ്റുന്ന ഡിജിറ്റ് 0 ആണ്. ഇവിടെ 0 കൊടുക്കുക, ഇവിടെയും 0 കൊടുക്കുക. ഈ 0 കൊണ്ട് 20 ഇൻഡ് ചെയ്യുന്നു, അപ്പോൾ 0 തന്നെ വരും. എന്നിട്ട് 11ൽ നിന്ന് 0 മൈനസ് ചെയ്യുക, 11. ഇനി അടുത്ത ഗ്രൂപ്പ് 51 താത്തിറക്കുക, ബ്രിങ് ഡൗൺ 51. ഇനി ഈ മുകളിൽ നിൽക്കുന്ന നമ്പർ 10 ആണ്, അതിന്റെ ട്വൈസ് 20. ഇതിന്റെ കൂടെ ഒരു ഡിജിറ്റ് ഇവിടെ എഴുതണം, അതേ ഡിജിറ്റ് ഇവിടെ എഴുതണം. ഈ എഴുതുന്ന ഡിജിറ്റ് കൊണ്ട് ഈ നമ്പറിനെ ഇൻഡ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂടുതലാകാൻ പാടില്ല. മാക്സിമം 1151 വരെ വരാം, അതിനപ്പുറത്തോട്ട് പോകരുത്. അപ്പൊ അങ്ങനെ എഴുതാവുന്ന ഏറ്റവും വലിയ ഡിജിറ്റ് എഴുതണം. ഏതെഴുതാൻ പറ്റും? ഇവിടുന്ന് 1s കളയുക, 10s കളയുക. ഇവിടുന്ന് 1s 10s കളയുക. 2 11 5 ടൈംസ്. അപ്പൊ 20യുടെ കൂടെ 5 ഇടുക, എന്നിട്ട് 5 കൊണ്ട് ഇൻഡ് ചെയ്യുക. 5 5s 25, 2 ബാലൻസ്, 5 0 0 2 ആഡ് ചെയ്യുമ്പോൾ 2, 5 2s 10. അപ്പം എഴുതാവുന്ന നമ്പർ 5 ആണ്. ഇവിടെയും 5 ഇടുക. അപ്പോൾ എത്രയായിട്ട്? 1025. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടുന്ന് 1 എടുക്കുക, 11 മൈനസ് 5, അപ്പോൾ എത്രയായി? 6. ഇവിടെ ഇനി 4, 4 മൈനസ് 2, 2. ഇവിടെ ഇനി 1, 1 മൈനസ് 0, 1, 1 മൈനസ് 1, 0. ഇനി അടുത്തത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് പോയിന്റ് മുകളിൽ കൊടുക്കുക. എന്നിട്ട് അടുത്ത ഗ്രൂപ്പ് 36 താഴോട്ട് ബ്രിങ് ഡൗൺ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നിൽക്കുന്ന നമ്പർ 105 ആണ്, അതിന്റെ ട്വൈസ് 210. ഇനി ഇവിടെ ഡിജിറ്റ് എഴുതണം, ആ ഡിജിറ്റ് ഇവിടെ എഴുതണം. എഴുതുന്ന ഡിജിറ്റ് കൊണ്ട് ഇതിനെ ഇൻഡ് ചെയ്താൽ ഇതേ കിട്ടാവും, ഇതിനപ്പുറത്തേക്ക് പോകരുത്. മാക്സിമം ഇതുവരെ വരാം. അപ്പോൾ അത് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡിജിറ്റ് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടി എഴുതാൻ പോകുന്ന 1siലാണ് 1s 10s 100s കളയുന്ന മനസ്സിൽ. 1s 10s 100s കളയുന്നു. അത് ടേബിൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ 2, ഇവിടെ 12. 212 6 ടൈംസ്. ഇപ്പം 210യുടെ കൂടെ 6 ഇടുക, എന്നിട്ട് 6 കൊണ്ട് ഇൻഡ് ചെയ്യുക. 6 6 36, 3 ബാലൻസ്, 6 0 0, അതിനോട് 3 ആഡ് ചെയ്യുമ്പോൾ 3, 6 1s 6, 6 2s 12. അപ്പം കറക്റ്റ് ആയിട്ട് ആ നമ്പർ തന്നെ കിട്ടി. അപ്പോൾ ഇടേണ്ട ഡിജിറ്റ് 6 ആണ്. ഇവിടെയും 6 തന്നെ കൊടുക്കുക. 12,636. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. Therefore, root of 11,151.36 എന്ന് പറയുന്നത് 105.6 ആണ്.